ഹായ് ഓൾ, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് ലേണിങ്ങിലെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഹെൽപ്പിംഗ് വെർബ്സ് എന്ന് പറയുന്നത്. അതാണ് കേട്ടോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ സെൻറ്റൻസ് ഒക്കെ മേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യങ്ങളാണ് ഈ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ യൂസ് ചെയ്യുന്ന ഹെൽപ്പിംഗ് വെർബാണ്. ഈ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുമ്പോൾ ആരും ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. കാരണം ഇംഗ്ലീഷിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പും ചെയ്യുന്നുണ്ട്. ഈ ഹെൽപ്പിംഗ് വെർബ്സ് യൂസ് ചെയ്യുന്നത് പ്രസൻറ്റ് ടെൻസിലാണ് കേട്ടോ. അതായത് വർത്തമാനകാലത്തിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങളെയാണ് ഈ വർത്തമാനകാലത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ കഴിക്കുകയാണ്, ഞാൻ പോവുകയാണ്, ഇതൊക്കെ വർത്തമാനകാലത്തിലെ എക്സാമ്പിളാണ്. അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങളും ഉൾപ്പെടുത്താവേ വർത്തമാനകാലത്തിൽ. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഈ ഭൂമി ഉരുണ്ടതാണ്, ഈ കുപ്പിയുടെ കളർ നീലയാണ്, മരമാണ്, ചെടിയാണ്, ഇങ്ങനത്തെ എക്സാമ്പിൾസ്. അതായത് യൂണിവേഴ്സൽ ട്രൂത്ത് എന്നാണ് ഈ എക്സാമ്പിൾസിനെയൊക്കെ പറയുന്നത്. ഇത് നമ്മുടെ വർത്തമാനകാലത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഈ 3 ഹെൽപ്പിംഗ് വെർബ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ ഇപ്പോൾ പറഞ്ഞ സെൻറ്റൻസ് ഒക്കെ മേക്ക് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഹെൽപ്പിംഗ് വെർബിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമുക്ക് സബ്ജക്റ്റ് എന്താണെന്ന് നോക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ്ജക്റ്റ് എന്താണെന്ന്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ആ വീഡിയോ വാച്ച് ചെയ്യണേ. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ സബ്ജക്റ്റുകൾ എന്തായാലും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണേ. കാരണം ഇത് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളും അതുപോലെ തന്നെ നമ്മുടെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സബ്ജക്റ്റിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളത് ബൈ ഹാർട്ട് ചെയ്തിട്ട് ഈ അത്യാവശ്യം വേണ്ട സബ്ജക്റ്റുകൾ, ഇതിപ്പോൾ എല്ലാ സബ്ജക്റ്റുകളും ഞാനിവിടെ കൊടുത്തിട്ടില്ല, അത്യാവശ്യം വേണ്ട ഈ സബ്ജക്റ്റുകൾ നിങ്ങൾ എന്തായാലും കാണാണ്ട് പഠിക്കുക. അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് വേണം ഇനി ബാക്കിയുള്ള സെൻറ്റൻസ് ഒക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ട സബ്ജക്റ്റുകൾ നമുക്ക് പഠിച്ചാലോ ബൈ ഹാർട്ട് ചെയ്തിട്ട്. ഐ, വി, യു, ദേ, ഹി, ഷീ, ഇറ്റ്. ഇതിൻ്റെ മീനിങ് വരുന്നത് ഐയുടെ അർത്ഥം ഞാൻ, വിയുടെ അർത്ഥം ഞങ്ങൾ, യുവിൻ്റെ അർത്ഥം നിങ്ങളെന്നും പറയും, അതുപോലെ തന്നെ നീ എന്നും പറയും. ദേയുടെ അർത്ഥമാണ് അവർ, ഹീയുടെ അർത്ഥം അവൻ, ഷീയുടെ അർത്ഥം അവൾ, ഇറ്റ് എന്ന് പറയുന്നത് ഇത്. ഓക്കെ, നിങ്ങളിത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ ഈ ഒരു ഫ്ലോയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കുറച്ചും കൂടെ പഠിക്കാൻ പറ്റും. ഐ, വി, യു, ദേ, ഹി, ഷീ, ഇറ്റ്. ഐ, വി, യു, ദേ, ഹി, ഷീ, ഇറ്റ്. ഐ, വി, യു, ദേ, ഹി, ഷീ, ഇറ്റ്. ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റിനെ നമുക്ക് രണ്ടായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അതായത് രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്നാമത്തെയാണ് സിംഗുലർ, അതായത് ഏകവചനം. രണ്ടാമത്തെയാണ് പ്ലൂറൽ, ബഹുവചനം. സിംഗുലർ എന്ന് പറയുന്നത് ഒരു കാര്യത്തിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിംഗുലർ യൂസ് ചെയ്യുക. പ്ലൂറൽ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആയിട്ടുള്ളത്, അതായത് ഒന്നിലധികമുള്ള കാര്യത്തിനെയാണ് നമ്മൾ പ്ലൂറലിൽ അണ്ടറിൽ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ 7 സബ്ജക്റ്റുകളില്ലേ, അത് നമുക്ക് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കാം. ഫസ്റ്റ് ഐ എന്ന് പറയുന്നത് എത്ര പേരെയാണ് വിശേഷിപ്പിക്കുന്നത്? ഐ ഞാൻ, അത് സിംഗുലറാണ്. ഹി അവൻ, ഒരാളെ മാത്രമാണ്, അതായത് അവനെ മാത്രമാണ് പറയുന്നത്. അപ്പോൾ അവൻ എന്ന് പറയുന്നത് സിംഗുലറാണ്. ഷീ അതുപോലെ തന്നെ അവൾ സിംഗുലറാണ്. ഇറ്റ് ഇത്, അതായത് ഒരു കാര്യത്തിനെ മാത്രമാണ് അവിടെ പറയുന്നത്, അതും സിംഗുലറാണ്. പിന്നെ പ്ലൂരലിൽ പറയാം. വി ഞങ്ങൾ, ഒന്നിൽ കൂടുതൽ ആൾക്കാരില്ലേ അത് ഞങ്ങൾ എന്ന് പറയുമ്പോൾ അത് പ്ലൂരലാണ്. യു നിങ്ങൾ, നീ. യു എന്ന് പറയുന്നത് പ്ലൂരലാണ്, അത് നിങ്ങളെന്ന് പറയുമ്പോൾ ഒരുപാട് പേരുണ്ടല്ലോ. പിന്നെ ദേ അവർ. പിന്നെ വേറെ എക്സാമ്പിൾ നോക്കുകയാണ്. ഹൗസ് എന്ന് പറയുന്നത് വീട്, ഒരൊറ്റ വീടിനെ മാത്രമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഹൗസസ് എന്ന് പറയുമ്പോൾ വീടുകൾ, അപ്പോൾ അത് പ്ലൂറലാണ്. ബുക്ക് അത് സിംഗുലറാണ്. ബുക്സ് എന്ന് പറയുമ്പോൾ ബുക്കുകൾ, അത് പ്ലൂറലാണ്. ഒന്നിൽ കൂടുതലുണ്ടല്ലോ ബുക്സ് എന്ന് പറയുമ്പോൾ. ഇനിയുണ്ടോ നമ്മുടെ മെയിൻ ടോപ്പിക്ക് വരുന്നത് ഹെൽപ്പിംഗ് വെർബ്, സഹായക ക്രിയ. അതിൽ ഫസ്റ്റത്തെ വരുന്നതാണ് ആം, ഈസ്, ആർ. ഈ 3 ഹെൽപ്പിംഗ് വെർബിൻ്റെയും അർത്ഥം എന്ന് പറയുന്നത് ആണ്, ഉണ്ട് എന്നാണ്. ഈ ഹെൽപ്പിംഗ് വെർബ് എവിടെയാണ് ഉപയോഗിക്കുക? ഒരു സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഈ ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിക്കുക. ഒരു സബ്ജക്റ്റിൻ്റെ കൂടെ ഹെൽപ്പിംഗ് വെർബ് കൂടുമ്പോഴാണ് ആ സബ്ജക്റ്റിന് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു അർത്ഥം വരുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഐ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റാണ്. ആം എന്ന് പറയുന്നത് ഒരു ഹെൽപ്പിംഗ് വെർബാണ്. ആമിൻ്റെ അർത്ഥം എന്താ? ആണ് അല്ലെങ്കിൽ ഉണ്ട്. ഈ ഐയുടെ കൂടെ ആം കൂടുമ്പോൾ ആ ഒരു സബ്ജക്റ്റിന് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു അർത്ഥം വരാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് ഹെൽപ്പിംഗ് വെർബ് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും. അതായത് ഐ പ്ലസ് ആം, ഐ ആം. ഐയുടെ അർത്ഥം എന്താണ്? ഞാൻ. ആമിൻ്റെ അർത്ഥം ആണ് അല്ലെങ്കിൽ ഉണ്ട്. അപ്പോൾ ഐ ആം എന്ന് കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം എന്താ? ഞാനാണ് അല്ലെങ്കിൽ ഞാനുണ്ട്. ഇതായിരിക്കും ഐ ആമിൻ്റെ മീനിങ് വരാം. നമ്മൾ നേരത്തെ പഠിച്ച ഓരോ സബ്ജക്റ്റുകളില്ലേ, ആ ഓരോ സബ്ജക്റ്റുകളുടെ കൂടെ ആം ആണോ ഈസ് ആണോ ആറാണോ ഉപയോഗിക്കേണ്ടത് നമുക്ക് പഠിക്കാവേ. ഏകവചനമായ എല്ലാ സബ്ജക്റ്റുകളുടെ കൂടെ നമ്മൾ ഈസ് ആയിരിക്കും ഉപയോഗിക്കുക. ബഹുവചനമായ എല്ലാ സബ്ജക്റ്റുകളുടെ കൂടെ നമ്മൾ ആറായിരിക്കും ഉപയോഗിക്കുക. ഐയുടെ കൂടെ നമ്മൾ എപ്പോഴും ആം ആണ് ഉപയോഗിക്കുക.
ഈ ഐയുടെ കൂടെ നമ്മൾ ഒരിക്കലും ഈസോ അല്ലെങ്കിൽ ആറോ ഉപയോഗിക്കില്ല. ഹീ, ഷീ, ഇറ്റ് അത് ഏകവചനമാണ്. ഐയും ഏകവചനം തന്നെയാണ്. പക്ഷേ ഐയുടെ കൂടെ നമ്മൾ എപ്പോഴും ആമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൂ. ഹീ, ഷീ, ഇറ്റ് ഏകവചനം, ഇതിൻ്റെ കൂടെ ഈസായിരിക്കും ഉപയോഗിക്കുക. യു, വി, ദേ അത് എന്ന് പറയുന്നത് ബഹുവചനമാണ്. അതിൻ്റെ കൂടെ ആറായിരിക്കും ഉപയോഗിക്കുക. ഹൗസ്, ബുക്ക്, വീട്, ബുക്ക് ഒന്നിനെ മാത്രം സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഈസാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ബുക്സ്, ഹൗസ്, വീടുകൾ, ബുക്കുകൾ അത് ബഹുവചനമാണ്. സോ നമ്മൾ ആറായിരിക്കും അതിൻ്റെ കൂടെ ഉപയോഗിക്കുക. ഇനി നമുക്ക് നമ്മുടെ ഈ ഓരോ സബ്ജക്റ്റിൻ്റെ കൂടെ ഹെൽപ്പിംഗ് വെർബ് കൂടി കഴിയുമ്പോൾ ആ സബ്ജക്റ്റിൻ്റെ മാറ്റം എന്താണെന്ന് നോക്കാം. ഐ എന്ന് പറയുന്നത് ഞാൻ, ആം എന്ന് പറയുന്നത് ആണ്. അപ്പോൾ ഐ ആം എന്ന് പറയുന്നത് ഞാനാണ്, ഞാനുണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഞാനാണോ, ഞാനുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഐ ആം നമുക്ക് തിരിച്ചിട്ടാൽ മതി. എന്നിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യനായി. ആം ഐ, ഞാനാണോ, ഞാനുണ്ടോ എന്നായിരിക്കും അതിൻ്റെ അർത്ഥം വരാം. അതുപോലെ തന്നെ നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസും മേക്ക് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ഈ നോട്ട് എന്ന് പറയുന്നത് എന്താ? അല്ല, ഇല്ല, ഇതൊക്കെയാണ് നോട്ടിൻ്റെ അർത്ഥം വരാം. അപ്പോൾ ഐ ആം നോട്ട് എന്ന് പറയുന്നത് ഞാനല്ല, ഞാനില്ല എന്നാവും. ഇനി നമുക്കത് ക്വസ്റ്റ്യൻ ചോദിക്കണം. ഞാനല്ലേ, ഞാനില്ലേ അങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കാം ആറിൻറ്റ് ഐ. അതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ ഫോം വരാം. ആം വെച്ചിട്ട് നമുക്ക് സിമ്പിൾ എക്സാമ്പിൾസ് നോക്കിയാലോ. ഐ ആം അനു, ഞാൻ അനു ആണ്. ആം ഐ അനു, ഞാൻ അനു ആണോ? ഐ ആം നോട്ട് അനു, ഞാൻ അനു അല്ല. ആറിൻറ്റ് ഐ അനു, ഞാൻ അനു അല്ലേ. അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കാണ്. ഐ ആം ഹിയർ, ഞാൻ ഇവിടെ ഉണ്ട്. ആം ഐ ഹിയർ, ഞാനിവിടെ ഉണ്ടോ? ഐ ആം നോട്ട് ഹിയർ, ഞാനിവിടെ ഇല്ല. ആറിൻറ്റ് ഐ ഹിയർ, ഞാനിവിടെ ഇല്ലേ. കണ്ടോ, ആം എന്ന് പറയുന്നത് ആണ്, ഉണ്ട്. ഇതാണ് ആമിൻ്റെ അർത്ഥം. നെക്സ്റ്റ് പ്ലൂറലിൻ്റെ അണ്ടറിൽ വരുന്ന സബ്ജക്റ്റാണ് വി. വി എന്ന് പറയുന്നത് ഞങ്ങൾ. വിയുടെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആറാണ്. വി ആർ എന്ന് പറയുന്നത് ഞങ്ങളാണ് അല്ലെങ്കിൽ ഞങ്ങളുണ്ട്. തിരിച്ചിട്ട് കഴിഞ്ഞാൽ ആർ വി. അതെന്താ? ഞങ്ങളാണോ, ഞങ്ങളുണ്ടോ. വി ആർ നോട്ട്, ഞങ്ങളല്ല, ഞങ്ങളില്ല. ആർ നോട്ട് വി, ഞങ്ങളല്ലേ, ഞങ്ങളില്ലേ. നെക്സ്റ്റ് പ്ലൂറൽ സബ്ജക്റ്റാണ് യു. നിങ്ങളെന്നും പറയും, നീ എന്നും പറയും. യുവിൻ്റെ കൂടെ നമ്മൾ ആറാണ് ഉപയോഗിക്കുന്നത്. യു ആർ എന്ന് പറയുന്നത് നിങ്ങളാണ്, നിങ്ങളുണ്ട്. ആർ യു, നിങ്ങളാണോ, നിങ്ങളുണ്ടോ. യു ആർ നോട്ട്, നിങ്ങളല്ല, നിങ്ങളില്ല. ആറിൻറ്റ് യു, നിങ്ങളല്ലേ, നിങ്ങളില്ലേ. ദേ, അവർ. ദേ എന്ന് പറയുന്നത് പ്ലൂറലാണ്. ദേയുടെ കൂടെ യൂസ് ചെയ്യുന്നത് ആറാണ്. ദേ ആർ, അവരാണ്, അവരുണ്ട്. ആർ ദേ, അവരാണോ, അവരുണ്ടോ. ദേ ആർ നോട്ട്, അവരല്ല, അവരില്ല. ആറിൻറ്റ് ദേ, അവരല്ലേ, അവരില്ലേ. ആറിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ആർ എന്ന് പറയുന്നത് ആണ്, ഉണ്ട്. ഫ്രണ്ട് എന്ന് പറയുന്നത് എൻ്റെ അർത്ഥം എന്താ? സുഹൃത്ത്. യു ആർ മൈ ഫ്രണ്ട്. മൈ എന്ന് പറയുന്നത് എൻ്റെ. യു ആർ, നിങ്ങളാണ്. മൈ ഫ്രണ്ട്, എൻ്റെ ഫ്രണ്ട്. നിങ്ങൾ എൻ്റെ ഫ്രണ്ടാണ്. അതാണ് അതിൻ്റെ അർത്ഥം വരാം. ആർ യു മൈ ഫ്രണ്ട്, നിങ്ങൾ എൻ്റെ ഫ്രണ്ടാണോ? യു ആർ നോട്ട് മൈ ഫ്രണ്ട്, നിങ്ങൾ എൻ്റെ ഫ്രണ്ടല്ല. ആറിൻറ്റ് യു മൈ ഫ്രണ്ട്, നിങ്ങൾ എൻ്റെ ഫ്രണ്ടല്ലേ. ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ. ദേ ആർ ഹിയർ, അവർ ഇവിടെയുണ്ട്. ആർ ദേ ഹിയർ, അവർ ഇവിടെ ഉണ്ടോ. ദേ ആർ നോട്ട് ഹിയർ, അവർ ഇവിടെയില്ല. ആറിൻറ്റ് ദേ ഹിയർ, അവർ ഇവിടെയില്ല. നെക്സ്റ്റ് സിംഗുലർ സബ്ജക്റ്റിൻ്റെ എക്സാമ്പിൾസ് ആണ് ഹീ. ഹീയുടെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈസ് ആണ്. ഹീ ഈസ് എന്ന് പറയുന്നത് അവനാണ്, അവനുണ്ട്. ഈസ് ഹീ, അവനാണോ, അവനുണ്ടോ. ഹീസ് നോട്ട്, അവനല്ല, അവനില്ല. ഈസ് നോട്ട് ഹീ, അവനല്ലേ, അവനില്ലേ. നെക്സ്റ്റ് ഷീ. ഷീ എന്ന് പറയുന്നത് അവൾ. ഷീ ഈസ്, അവളാണ്, അവളുണ്ട്. ഈസ് ഷീ, അവളാണോ, അവളുണ്ടോ. ഷീ ഈസ് നോട്ട്, അവളല്ല, അവളില്ല. ഈസ് നോട്ട് ഷീ, അവളല്ലേ, അവളില്ലേ. നെക്സ്റ്റ് ഇറ്റ്. ഇറ്റ് എന്ന് പറയുന്നത് ഇത്. ഇറ്റ് സിംഗുലർ ആണ്. ഇറ്റ് ഈസ്, ഇതാണ്, ഇതുണ്ട്. ഈസ് ഇറ്റ്, ഇതാണോ, ഇതുണ്ടോ. ഇറ്റ് ഈസ് നോട്ട്, ഇതല്ല, ഇതില്ല. ഈസിൻറ്റ് ഇറ്റ്, ഇത് അല്ലേ, ഇത് ഇല്ലേ. എക്സാമ്പിൾസ് നോക്കാം. പ്രറ്റി എന്ന് പറയുന്നത് സുന്ദരി. ഷീ ഈസ് പ്രറ്റി, അവൾ സുന്ദരിയാണ്. ഈസ് ഷീ പ്രറ്റി, അവൾ സുന്ദരിയാണോ. ഷീ ഈസ് നോട്ട് പ്രറ്റി, അവൾ സുന്ദരിയല്ല. ഈസിൻറ്റ് ഷീ പ്രറ്റി, അവൾ സുന്ദരിയല്ലേ. നെക്സ്റ്റ് പെൻ. പെൻ എന്ന് പറയുന്നത് പേന. ഇറ്റ് ഈസ് എ പെൻ, ഇതൊരു പേനയാണ്. എയുടെ മീനിങ് ആണ് ഒരു. ഇറ്റ് ഈസ് എ പെൻ എന്ന് പറയുമ്പോൾ ഇത് ഒരു പേനയാണ്. ഈസ് ഇറ്റ് എ പെൻ, ഇതൊരു പേനയാണോ. ഇറ്റ് ഈസ് നോട്ട് എ പെൻ, ഇതൊരു പേനയല്ല. ഈസിൻറ്റ് ഇറ്റ് എ പെൻ, ഇതൊരു പേനയല്ലേ. ഇതിൻ്റെ കണ്ടിന്യൂസ് വീഡിയോ ഞാൻ മസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ பார்க்கலாம். ബൈ.